ഓണക്കാലത്തിന് മാറ്റുകുട്ടി തിരുവനന്തപുരത്തെ സൂര്യകാന്തി വസന്തം. തിരുവനന്തപുരം സെന്റ് സേവേഴ്സ് കോളേജിലാണ് കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന പൂപ്പാടമുള്ളത്. കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് കാർഷിക രംഗത്തേക്ക് ഇറങ്ങിയ SV സുജിത്താണ് പൂപ്പാടത്തിന് പിന്നിലെ അമരക്കാരൻ. പൂഴിമണ്ണിൽ വിരിഞ്ഞു നിൽക്കുന്ന പുഷ്പവസന്തം ആസ്വദിക്കാൻ കേരളത്തിന് പുറത്തു നിന്നുള്ളവരും എത്തുകയാണ്. ഓണക്കാലത്ത് നല്ല പൂപ്പാടങ്ങൾ തേടി ഇനി സംസ്ഥാനം വിട്ടൊന്നും പോകണ്ടാരും. നമ്മുടെ തുമ്പ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ നല്ല കിടിലനൊരു പൂപ്പാടം ഒരുക്കിയിട്ടുണ്ട്. ജെണ്ടുമല്ലിയും സൂര്യകാന്തിയും ഒക്കെ ചേർന്നിട്ടുള്ള നല്ല കിടിലനൊരു പൂവ്. അപ്പോൾ എൻ്റെ പുറകെ കാണുന്നത് ഈ ഒരു പൂപ്പാടമാണ്. 6 ഏക്കറോളം വരുന്ന പൂപ്പാടം. എല്ലാവർക്കും ഇവിടെ വന്ന് ഓണത്തിന് നല്ല കിടിലൻ കാഴ്ച വസന്തം കണ്ടിട്ട് പോവാം. മികച്ച കർഷകനുള്ള ഹരിതമിത്ര അവാർഡ് ജേതാവ് കൂടിയായ SV സുജിത്ത് കഴിഞ്ഞ 8 വർഷമായി പൂക്കൃഷിയിൽ സജീവമാണ്. ചെണ്ടുമല്ലിയും വാടാമല്ലിയും സ്ഥിരമായി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും സൂര്യകാന്തി പൂക്കൾ ഇത് ആദ്യമായാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളൊരു 6 ഏക്കറിൽ പൂപ്പാടം ഒരുക്കിയിട്ടുണ്ട്. 30,000-ഓളം സൺഫ്ലവറും 20,000-ഓളം മേരിഗോൾഡാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതുതലമുറയ്ക്ക് കൃഷിയുടെ എന്താണെന്നും കൃഷിയുടെ മുറകൾ, നമ്മുടെ മെക്കനൈസേഷൻ ആണെങ്കിലും ഇറിഗേഷൻ സിസ്റ്റം ആണെങ്കിലും എല്ലാം കണ്ട് മനസ്സിലാക്കി കൃഷിയിലേക്ക് മുന്നോട്ട് വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഞങ്ങൾ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മനസ്സിന് ആനന്ദകരമായിട്ട് നമ്മൾ പല തോട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പച്ചക്കറിയുടെ തന്നെ കുടുംബത്തിനാണെങ്കിലും പച്ചമുളക്, സാമ്പാർ മുളക്, ബട്ടർനട്ട്, അങ്ങനെ എല്ലാം വൈവിധ്യമായ എല്ലാ പച്ചക്കറി വീട്ടിൽ ആവശ്യമുള്ള എല്ലാ നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു പാടം ഒരുക്കിയിട്ടുണ്ട്, പഴയ ഒരു ജലചക്രം ഒരുക്കിയിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും മനസ്സിന് സന്തോഷമാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഞങ്ങൾ ആരവം 2025 എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. കടപ്പുറം മണലാണ്. ഇവിടെ ഏകദേശം 500 മീറ്റർ മാത്രമേ കടലുള്ളൂ. ജനങ്ങൾക്ക് വിഷരഹിത പച്ചക്കറി നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ സയൻറ്റിസ്റ്റിൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ സൂര്യകാന്തി പാടം എന്ന് പറഞ്ഞാൽ കാര്യം ഇവിടുന്ന് പലരും തെങ്കാശി പോയിട്ട് കാണാൻ പറ്റില്ലെന്ന് വിഷമിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്, നമുക്കിവിടെ എന്തുകൊണ്ട് ഒരുക്കിക്കൂടാ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ട്രയൽ ഇട്ടു. പക്ഷേ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു. മഴയുണ്ടായിരുന്നു, ഭയങ്കര വെയിലുണ്ടായിരുന്നു, ഭയങ്കര ചലഞ്ച്. അപ്പോൾ ഞങ്ങൾ വെള്ളായണിയിലെ ഫ്ലോറിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സയൻറ്റിസ്റ്റുകളെല്ലാം വന്ന് ഇവിടെ എല്ലാം നോക്കി നമ്മളെ സപ്പോർട്ട് ചെയ്തു. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഈ മനോഹര കാഴ്ച ഉണ്ടാക്കിയത്. കണ്ണെത്താ ദൂരം വിരിഞ്ഞു കിടക്കുന്ന പൂപ്പാടം കാണാനെത്തുന്ന കാഴ്ചക്കാരും നിരവധിയാണ്. സന്ദർശകർക്കായി ആരവം എന്ന പേരിൽ പുഷ്പമേളയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ചുവന്ന തുടുത്തും കടുത്ത മഞ്ഞയിലും പൂത്തുലഞ്ഞു നിൽക്കുന്ന ചെണ്ടുമല്ലിപ്പൂക്കളുടെ കാഴ്ചയും അതിമനോഹരമാണ്. ഈ ഒരു പൂപ്പാടം കാണാനായി നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. എന്തായാലും നല്ല ഓണത്തിൻ്റെ വൈബൊക്കെ ആയിട്ട് ഓലക്കുടയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ചൂടി ഇവിടെ നിന്ന് ഈ ഒരു ഓണക്കാഴ്ചകളൊക്കെ കണ്ടിട്ട് മടങ്ങാമെന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക രസമാണ്. എന്തായാലും വരാത്തവർ തീർച്ചയായിട്ടും ഇവിടെ വരണമെന്ന് തന്നെ പറയും. കാരണം അത്രയ്ക്ക് വർത്തായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ക്യാമറാമാൻ ബിജു എം സായിക്കൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.